കേട്ടില്ല. അന്ന് അച്ഛൻ പട്ടാളക്കാരുണ്ട്, അവര് വിടൂല. ഇന്നത്തെ നമ്മുടെ കാഴ്ചകളാട്ടോ ഈ കാണുന്നത്. ഇത് ഒരു കൊച്ചു ലൈറ്റ് ഹൗസ് ആയി കാണുന്നത്. നമ്മൾ ഈ ലൈറ്റ് ഹൗസും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളായിരിക്കും ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. എല്ലാവർക്കും മല്ലു കിക്സ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുണ്ട് ഡിഫൻസ് ഓഫീസേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ. ഇതിനകത്ത് ഡിഫൻസിൻ്റെ ആൾക്കാരൊക്കെ ഇതിനകത്താട്ടോ. ഡിഫൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടാളക്കാർ, ആർമി ആണോ? ഫുൾ ആർമിക്കാരുടെ ഏരിയ. കേട്ടില്ല. അന്ന് അച്ഛൻ പട്ടാളക്കാരുണ്ട്, അവര് വിടൂല. അപ്പുറം പോവാ. നമ്മുടെ ബേബി ബീച്ച് ഇത് തന്നെ. ഓക്കെ ഓക്കെ. അങ്ങ് കൊണ്ടാ ഇവിടെ ഈ ഏരിയ മാത്രമേ പോകുന്നില്ല, അപ്പുറം പട്ടാളക്കാരെ അവര് വിടൂല. ഓക്കെ. ഇതിനകത്ത് നമുക്ക് കയറാൻ പറ്റുമോ ചോദിച്ചാൽ? ഉള്ളിൽ പോവാം. ഉള്ളിൽ പോകാൻ കഴിയില്ല. ഇതിൻ്റെ ഉള്ളിൽ മാറ്റിയിട്ട്. ഓക്കെ ഓക്കെ ശരി. അപ്പോൾ ഗായ്സ് കുറച്ചുകൂടെ മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ബേബി ബീച്ച്. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. തൊട്ടടുത്തായിട്ട് നമ്മുടെ ആർമിക്കാരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്നാണ് ആൾ പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം എന്തായാലും. ഗൈസ് ഇതാണ് നമ്മുടെ ബേബി ബീച്ച്. നമ്മുടെ ചങ്ങായി നിൽക്കുന്നുണ്ടോ ഗൈസ്? ആ മോനെ ഇറങ്ങിക്കോ. ഗൈസ് ബേബി ബീച്ച് എന്ന് പറയുന്നത് നമുക്ക് ഈ സൈഡിൽ കാണുന്ന ഈ ചെറിയൊരു ബീച്ചിൻ്റെ സൈഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളെന്നാണ് നമ്മളിവിടെ ചോദിച്ചപ്പോൾ നമുക്കിവിടെ അറിയാൻ സാധിച്ചത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ. ആൾക്കാർ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പീസ്ഫുള്ളായിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതോ മിലിറ്ററി അങ്ങോട്ട് അലോഡ് ഇല്ല അല്ലേ? ഓക്കെ. കശ്മീരേക്ക് ഓൾ കേരള കവർ ചെയ്താ പോകുന്നത്. സ്ഥലം മലപ്പുറം. പോകുന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതാട്ടോ. CRF ബൈക്കിലാ പോകുന്നത്. കുറെ പേരുണ്ട്. ഒരു ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. ഗസ്റ്റ് ഹൗസ് അതിഥി മന്ദിരം കണ്ണൂർ. ഇതിനകത്താണ് നമ്മുടെ ലൈറ്റ് ഹൗസ് വരുന്നത്. ഒരു സുന്ദരം നടക്കുന്നുണ്ട്. സൂപ്പർ ഗൈസ്. ഇവിടെയാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് വരുന്നത്. കുഞ്ഞു വീട് നോക്കി അതിനകത്ത് ഇരിപ്പുണ്ട് മയിൽ കണ്ടോ. നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ലൈറ്റ് ഹൗസിലോട്ടാട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് ആണോ. കണ്ണൂർ ലൈറ്റ് ഹൗസ്. എനിക്കൊന്ന് ഇതാന്ന് തോന്നുന്നു നമ്മുടെ ഫീസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പാർക്കിംഗ് ആണ് ഇവിടെ. ആണ് അതിൻ്റെ ഉള്ളിലോട്ടുള്ള. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ ലൈറ്റ് ഹൗസിലാണ്. അപ്പോൾ നമ്മളിവിടെ വണ്ടിയൊക്കെ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഒരാൾക്ക് എത്രയാണെന്ന് പറഞ്ഞാൽ? 2 പേർക്ക് 40. അപ്പോൾ ക്യാമറ ഉണ്ട്, അതിന് അഡീഷണൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ലൈറ്റ് ഹൗസിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. നമുക്കിനി അകത്തേക്ക് കയറാം. അവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വേണ്ടോ പുകവലി നിരോധിത മേഖല. അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ അകത്തേക്ക് കയറി വെസ്റ്റ് ഇട്ടു. അപ്പോൾ മുണ്ടറിനെ പോലെ തന്നെ ഇരിക്കുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അകത്തേക്ക് നടക്കുകയാണ് കേട്ടോ. നല്ലൊരു
പീസ്ഫുള്ളായിട്ടൊരു ഇടം. അധികം ആൾക്കാരൊക്കെ വന്നു പോയി. രാവിലെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം നോക്കി നമ്മൾ വന്നേ. കാരണം രാവിലെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു ഭംഗി അറിയാലോ. അപ്പോൾ ഗൈസ് നമ്മൾ രണ്ടാളും കൂടെ ഇങ്ങനെ കയറി പോകണം. നമ്മൾ രണ്ടാളും മാത്രമല്ല, ഞങ്ങളോട് നിങ്ങളും ഉണ്ട് കേട്ടല്ലോ. നമ്മളെല്ലാവരും കൂടെ നമ്മുടെ ലൈറ്റ് ഹൗസിലേക്ക് കയറാൻ പോവാം. അങ്ങനെ നമ്മൾ ഇതിനു മുമ്പ് കയറിയത് നെല്ലിക്കുന്ന് ലൈറ്റ് ഹൗസിലാണ് നമ്മൾ പോയത്. അപ്പോൾ ഇത് നമ്മുടെ കണ്ണൂർ ലൈറ്റ് ഹൗസ്, നമ്മുടെ രണ്ടാമത്തെ ലൈറ്റ് ഹൗസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മുമ്പിലേക്ക് പോവാം. ആണോ, നല്ല രസമുണ്ട് അവിടെ. ഇത് നമ്മുടെ ബദാം മരമല്ലേ, ബദാമിൻ്റെ മരമൊക്കെ ഇപ്പോൾ ഉണ്ട്. നമ്മുടെ തെങ്ങ്, പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനകത്തോട്ട് വരുന്നത്. നമ്മുടെ വേസ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ആരും വേസ്റ്റ് പുറത്തിടല്. അവിടെ ഒരു കുഞ്ഞൻ തവളക്കുട്ടിയാട്ടോ, ഉണ്ടോ, ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഭംഗിയുള്ളത് എന്ത് ഞാൻ കാണിച്ചു തരും, ഉണ്ടോ, അടിപൊളി ഗൈസ്. ഇത് കണ്ടോ, ഒരു ലൈറ്റ് ഹൗസിൻ്റെ ഒരു കുഞ്ഞൻ ലൈറ്റ് ഹൗസ്. നല്ല ഭംഗിയിൽ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോക്കി, കണ്ണൂർ ലൈറ്റ് ഹൗസ് കണ്ടോ. അപ്പോൾ ഇവിടെ കയറി അതിൻ്റെ തൊട്ടടിയിൽ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളം പോകാനുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ കാണുന്നത് വെള്ളമൊക്കെ പോകാനാണ്. പിന്നെ അവിടെ ഒരു ചെറിയൊരു ഇരിപ്പിടം ഉണ്ട്. ഇവിടെ നമ്മൾ നേരെ നോക്കി കണ്ടത് കേട്ടോ, ലൈറ്റ് ഹൗസ് മ്യൂസിയം. അപ്പോൾ നമുക്ക് ചേട്ടാ, ഇതിനകത്ത് നമുക്ക് പ്രവേശനം ഉണ്ടോ? ചെരുപ്പ് ഊരിയിട്ട് കയറാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് അകത്ത് കയറാം. ഇവിടെ ചെരുപ്പ് അയച്ചിട്ടിട്ട് കയറണം. അങ്ങനെ ഞങ്ങൾ രണ്ടാലും കൂടെ ചെരുപ്പൊക്കെ അയച്ചിട്ടിട്ട് നമ്മുടെ ലൈറ്റ് ഹൗസ് മ്യൂസിയം ഇതിനകത്ത് കയറി. ഇവിടെ കുടിവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. ഫുഡ് വെയർ ഒക്കെ അയച്ചിടണം. അപ്പോൾ നമുക്ക് അകത്ത് കയറാം കണ്ടോ. നേരെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച കേട്ടോ. ഇതുണ്ട് ലൈറ്റ് ഹൗസിൻ്റെ മറ്റേ മുകളിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇതാണ് ഓഫീസ്. അപ്പോൾ ഇതിനകത്താണ് ഇവിടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും അപ്പുറം സൈഡിലോട്ട് പോയി നോക്കാം. ഇത് രസമല്ല വെച്ചേക്കുന്ന കാണാൻ. ഇവിടെ ഒരു ബോട്ട് ഇരിക്കുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞൊരു വിളക്കിരിപ്പുണ്ട്, നമ്മുടെ പണ്ടത്തെ ലൈറ്റ് ഹൗസ്. ഇങ്ങനെയുള്ള ലൈറ്റ് ഹൗസൊക്കെ ശരിക്കും നമ്മൾ കാണാനുള്ള യോഗമൊക്കെ ഉണ്ടോ ആ പഠിച്ചോന്നറിയാം. എനിക്ക് നല്ല രസമുണ്ടല്ലോ ആ ലൈറ്റ് ഹൗസിൻ്റെ ഇത് വെച്ചേക്കുന്ന കാണാൻ. കപ്പലിലാണോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ആദ്യത്തെ ലൈറ്റ് ഹൗസ്? അത് ഇവരിനി ഉണ്ടാക്കി വെച്ചാണോന്ന് അറിയത്തില്ല കേട്ടോ. കണ്ടോ, വിളക്ക് കണ്ടോ, പഴയ കാലത്തെ വിളക്ക്, ക്യാപ്പിലറി ലാമ്പ്. ഇപ്പുറത്തുണ്ടൊരു വിളക്ക്. ഓരോ വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഓരോ വിളക്കും കാര്യങ്ങളൊക്കെ അല്ലേ. ഓഫീസാണെങ്കിൽ കാണാൻ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി. നല്ല വൃത്തിയിലും നല്ല ഷേപ്പിലും അടുക്കി വെച്ചേക്കുന്നത് ഉണ്ടോ. വലിയൊരു വിളക്കിരിക്കുന്ന നോക്കി. ഇതിൻ്റെയൊക്കെ പുറകിൽ ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, കാപ്പിലറി വിളക്കുകൾ. അതിൻ്റെ അത് മലയാളത്തിലുണ്ട്, ഹിന്ദിയിലുണ്ട്, താഴെ ഇംഗ്ലീഷിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ മറ്റേ ഓരോ ഭാഷക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വായിച്ച് മനസ്സിലായി. ഇപ്പോൾ ഹിന്ദി അറിയാവുന്നവരാണെങ്കിലും ഹിന്ദിയിലും, ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഇംഗ്ലീഷിലും, പിന്നെ നമുക്കൊക്കെ മലയാളത്തിലും നമുക്ക് വായിക്കാനുള്ളൊരു സെറ്റപ്പാണ് ശരിക്കും ഇവർ ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ. വിളക്കൊക്കെ ഉണ്ടോ, നല്ല മിനിക്ക് നല്ല ഭംഗിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കുട്ടുകുറ്റി പോലെ ഇരിക്കുന്നല്ലേ, പഴയ കാലത്തെ വിളക്കുകളാണ് അതൊക്കെ. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഈ ലൈറ്റ് ഹൗസ് ഉണ്ടല്ലോ, ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ ആദ്യ കാലഘട്ടത്തിൽ കത്തിച്ച് വെച്ചേക്കുന്ന വിളക്കും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് പെട്രോളിയം പേപ്പർ വിളക്കുകൾ. ഇതൊക്കെ നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് വായിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിത് ഇങ്ങനെ എടുത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മലയാളം അറിയാവുന്നവരുണ്ടാവും, അവർക്ക് ഇപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഇംഗ്ലീഷ് അറിയുന്നവർക്ക് ചിലപ്പോൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റിയില്ലെങ്കിലും ഇത് കാണുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാട്ടോ എടുത്തെടുത്ത് കാണിക്കുന്നത്. ഇവിടെ ഒരു പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ ലൈറ്റ് ഹൗസിൻ്റെ. നമ്മുടെ കോട്ടയുടെ മുകളിൽ ലൈറ്റ് ഹൗസ് പണിത് വെച്ചേക്കുന്നത്. ഇതൊക്കെ ഒരു മണി കണ്ടോ താഴെ, 4 ബെൽ. ഇത് നമ്മൾ പണ്ടത്തെ കാലത്ത് ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ തൂക്കിയിട്ട് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ വലിക്കുമല്ലോ, ഒരു കയറ് പോലത്തെ സാധനമൊക്കെ ഇട്ട്, അതാന്ന് തോന്നുന്നു. അത് തൂക്കി മറ്റേ ഒരു പലകയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഇവിടെ നോക്കി, ഗ്യാസ് ബർണർ. ഇത് നമ്മുടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പണ്ട് കാലത്ത് ഈ ഗ്യാസ് വെച്ചുള്ള ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ സെറ്റപ്പാട്ടോ ഈ കാണുന്നത്. കണ്ടോ, ഓരോ മോട്ടറും കാര്യങ്ങളൊക്കെ കാണിച്ചേക്കുന്നത്. അതിൻ്റെ ഓരോ വ്യക്തമായിട്ട് ഓരോ ഭാഷയിൽ വാതക മോട്ടോറും വിളക്കും. അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും. ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ, സൺസ്ലേവ് എന്ന് പറഞ്ഞൊരു വിളക്കാട്ടോ. അതും അതിൻ്റെ ഓരോ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തോട്ട് വരുമ്പോൾ അതേ ഒരു കുറ്റി പോലെ ഇരിക്കുന്നല്ലേ, സൺവാൾവ്. ഇതൊക്കെ കോമ്പസ്. അതിനകത്തും ഉണ്ടോ ഗൈസ്, മറ്റേ നമ്മളെ പണ്ടത്തെ ഈ ആൾക്കാർ വടക്ക് നോക്കി യന്ത്രം ഇല്ലേ, ആ സാധനം കേട്ടോ കാണുന്നത്. ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു
ലാബിലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു സാധനം. ഇതെന്താ ഇറ്റത്? അത് അടപ്പ് പോലത്തെ ഒരു സാധനം തുറക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ മോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പണ്ടത്തെ കാലത്ത് റേഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ വിളിച്ചു പറയുന്ന സാധനമാണെന്ന് തോന്നുന്നു. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ടോ, ഇതാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പഴയ കാലത്തെ ഓൺ ഓഫ് സ്വിച്ചുകൾ കണ്ടോ, ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ട്രെയിനിൻ്റെ ഒക്കെ അകത്തും പ്ലെയിനകത്തൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ് ഹൗസിനകത്തും ഉണ്ട് കേട്ടോ. ഒരു അടിപൊളി ചിഹ്നമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നമ്മുടെ കാളിയുടെ ഭദ്രകാളി അല്ലല്ലോ, തെയ്യത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. തെയ്യത്തിൻ്റെ ഒരു പടം കേട്ടോ കാണുന്നത്. ഈ പഴയ റേഡിയോ ഉണ്ടോ, നല്ല പഴക്കമുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് മ്യൂസിയങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ പഴയ ആൾക്കാരിങ്ങനെ ഈ ഓൾഡ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുമല്ലോ, അപ്പോൾ അവരുടെ അടുത്തായിരിക്കും ഇതൊക്കെ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊക്കെ ഒരു ഡോറ് കണ്ടോ, പെയിൻ്റൊക്കെ അടിച്ച് നല്ല, എനിക്ക് തോന്നുന്നു ഈ അടുത്തെങ്ങാണ്ട് പണി കഴിപ്പിച്ചാന്ന് തോന്നുന്നു ഇതിൻ്റെ ഈ പെയിൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതൊക്കെ ഇവിടെ കണ്ടോ, സെക്സ്റ്റാൻസ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെൻസ് പോലെ എന്തോ സാധനമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ദൂരദർശിനിയൊക്കെ ചെക്ക് ചെയ്യുമല്ലോ, ഏത് നമ്മുടെ ഈ ബൈനോക്കുലർ അതുപോലത്തെ എന്തൊരു സാധനമാണെന്ന് തോന്നുന്നു. ഒരു കുറ്റി പോലത്തെ ഒരു സാധനം. ഇതെന്തത്? ഇതൊക്കെ ഓരോന്നും ഓരോ ഭാഷയിൽ എഴുതി വെച്ചേക്കുന്നുണ്ട്, നമുക്ക് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ ഗൈസ്. സോ ലാമ്പ് ചേഞ്ചർ, ഇതാണ് ലാമ്പ് ചേഞ്ചർ. ഈ അത്രയും വലിപ്പത്തിരുന്ന സാധനം ഉണ്ടല്ലോ, അതാട്ടോ. ഇനി ഇത് കണ്ടോ, ഇതൊരു ഇതെന്താ സംഭവം, പോയിൻ്റ് ലാമ്പ് ചാർജർ. ഇവിടെ ലാമ്പ് ചാർജർ യൂസ് ചെയ്യുന്ന ലൈറ്റ് ഹൗസ്. ഇതെന്താ വെച്ചാൽ നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ ഓരോ പാർട്ടുകൾ ഇവർ സെപ്പറേറ്റ് ആക്കി വെച്ചേക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ ഒത്തിരി പഠിത്തവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നതായിരിക്കും. ഓരോന്നിനും പേരും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കി, ചെറിയ ചെറിയ ബൾബും കാര്യങ്ങളൊക്കെ എന്ത് ഭംഗിയല്ലേ. ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ ചെറിയൊരു മോട്ടർ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ബൾബ് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്താ നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ ലൈറ്റ് ഹൗസിൻ്റെ മുകൾ ഭാഗത്ത് ലൈറ്റിനായിട്ട് വെക്കുമല്ലോ, ഇങ്ങനെ കറങ്ങി. നമ്മൾ ഇപ്പോഴത്തെ ലൈറ്റ് ഹൗസ് നമ്മൾ കണ്ടിട്ടില്ലേ, ലൈറ്റ് ഇങ്ങനെ കറങ്ങി കാണിക്കുന്നത്, അതിൻ്റെ ഒരു പഴയ കാര്യം കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ എഴുതി വെച്ചേക്കുന്നുണ്ടോ. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ടോ, ഇതിൻ്റെ പഴയ ലൈറ്റ് ഹൗസിൻ്റെ ഒരു രൂപമാട്ടോ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് കണ്ടോ, മുകളിൽ ലൈറ്റ് മറ്റേ റിഫ്ലക്ഷൻ ചെയ്യുന്ന പോലത്തെ ചില്ലും കാര്യങ്ങളൊക്കെ. നോക്കിയാൽ ഇതിനകത്തൊക്കെ ചില്ലും കൂട്ടിനകത്തൊക്കെ ഒത്തിരി പഴയ ഐറ്റംസുകൾ ഇരിക്കുന്നുണ്ടോ. പഴയ ഭരണി, അതൊക്കെ കുപ്പികൾ, അലാവുദ്ദീൻ്റെ വിളക്ക് പോലെ. താഴെ നോക്കിയേ, ഓരോ ഐറ്റം ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നുണ്ടോ. എനിക്ക് എടുത്തു നോക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ആൾക്കാർ കാരണം എന്താ പറയുക, മിസ്സിങ് ആയാലോ അങ്ങനെ എന്തെങ്കിലും കേടുപാടുകളൊക്കെ സംഭവിച്ചാലോ എന്ന് ഓർത്തിട്ടായിരിക്കും കേട്ടോ. ഇതിൻ്റെയൊക്കെ ഓരോ പേരും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ താഴെ നോക്കിയ മോട്ടറും കാര്യങ്ങളൊക്കെ, പഴയ ബൾബ് കണ്ടോ, ഇന്നിപ്പോൾ കാണാൻ പോലും ഇല്ല കേട്ടോ. ഇവിടെ നോക്കിയാൽ നമ്മുടെ പഴയ ക്ലോക്ക് കണ്ടോ, വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാനിങ്ങനെ പഴയ ക്ലോക്ക്. എൻ്റെ ഒരു മറ്റേ ലൈറ്റ്, പിന്നെ പഴയ ടോർച്ച് കിടക്കുന്നുണ്ടോ. നോക്കി അതിൻ്റെ അടിയിൽ ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ, പൊട്ടിയതാന്ന് തോന്നുന്നു. എൻ്റെ ഉള്ളിലൊന്നും ഒന്നുമില്ല, എന്നാലും ഒരു പുരാവസ്തു എന്നുള്ള രീതിയിൽ അത് എടുത്ത് വെച്ചേക്കുന്നുണ്ട്. അത് ടേബിള്, നല്ല രസമുണ്ട് കേട്ടോ. അത് ടേബിള് കാണാനേ. എനിക്ക് അതിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ കണ്ടോ. അതൊക്കെ ഇവരിങ്ങനെ സൂക്ഷിച്ച് വെച്ചുകൊണ്ട് നമുക്കതൊക്കെ കാണാൻ പറ്റി അല്ലേ. ഇവിടെ കണ്ടോ, ഒരു നമ്മുടെ ഈ സ്കെയില് പോലത്തെ ഒരു മീറ്റർ ആട്ടോ ഈ കാണുന്നത്. ആ ചില്ലിനകത്ത് അവർ നല്ല ഭംഗിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പഴയ ക്ലോക്ക്. ഇപ്പോൾ സമയം എത്രയായി ഗൈസ്? ഉണ്ടോ, ഇതിൻ്റെ അകത്തും മറ്റേ ഓരോ കാര്യങ്ങളെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ അകത്തുണ്ട് മോട്ടറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ. നമ്മൾ ഈ കളിപ്പാട്ടത്തിൻ്റെ അകത്തൊക്കെ ഈ ഓരോന്ന് പൊട്ടിക്കഴിയുമ്പോൾ പറിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇങ്ങനെ. അല്ലെങ്കിൽ നമ്മുടെ വാച്ചിൻ്റെ ഒക്കെ അകത്തില്ലേ, അതേപോലത്തെ സാധനങ്ങളാട്ടോ. അതൊക്കെ ചെറുത്, ഇത് നോക്കുമ്പോൾ വലുത്. ഇതുണ്ടോ എന്ത് വലിപ്പം നോക്കിയത്, ഏകദേശം ഒരു 3 ആളുടെ വലിപ്പമുണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ നമ്മുടെ കപ്പലിലൊക്കെ ഇരിക്കൂലേ, അങ്ങനത്തെ ഒരു ഐറ്റം. ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു മോട്ടർ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, അതിൻ്റെ സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്തൊരു അവാർഡോ, അത് പഴയ ലിപിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാട്ടോ. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിക്കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കാണുമ്പോൾ എനിക്കൊരു പഴയ ഒരു സ്റ്റെപ്പ് നോക്കി, സ്റ്റെപ്പ് കയറി ഇങ്ങനെ മുകളിൽ പോവുക ഉണ്ടോ. നല്ല രസം. ഇതിൻ്റെ മുകളിലും കാണാനുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ഇത്ര നേരം കണ്ടത്, ഇതിന് മുകളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കുഞ്ഞാവേങ്ങയുടെ മുകളിലോട്ട് കയറുക കേട്ടോ. വയ്യ കയറി വരുന്നുണ്ട്, പിടിച്ച് കയറി വരുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ നല്ല വൃത്തിയിൽ അത് പോളിഷും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഒരു ഫോട്ടോ ഉണ്ടോ,
അതിൻ്റെ ഇതുണ്ടോ, ഔട്ട് ഓഫ് 7 വണ്ടേഴ്സ് എന്ന് കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇതിൻ്റെ സ്റ്റാമ്പുകളാട്ടോ ഉണ്ടോ, ലൈറ്റ് ഹൗസിൻ്റെ പഴയ കാലത്തെ കാര്യങ്ങൾ അതൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. ഒരു രസമുണ്ട്, പടം വരച്ച് വെച്ചേക്കുന്നതാണ് തോന്നുന്നത്. ഇത് പഴയ കാലത്തെ ഒരു ഫോട്ടോ ഇതുണ്ടോ. ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആട്ടോ. വെസ്റ്റ് കോസ്റ്റ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് പഴയ ലൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു സാധനമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്തോട്ട് വരുമ്പോൾ അത് ഇവിടുത്തെ ഓരോ കവറും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ലൈറ്റ് ഹൗസിൻ്റെ തന്നെ കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ശരിക്കും ഒത്തിരി പിക്ചറുകളാട്ടോ. ഇതിൻ്റെയൊക്കെ ഉൾഭാഗം നോക്കി, ഇതിൻ്റെ ഉള്ളിലും ഈ ഒരു പ്രത്യേകത, ഒരു നേരെ ഉള്ളൊരു ടൈപ്പ് ചില്ലല്ല ഇത്, റൗണ്ടിൽ അതിൻ്റെ ഒരു ഷേപ്പ് തന്നെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അതുകൊണ്ട് മൊത്തത്തിൽ കാണുമ്പോൾ നോക്കിക്കേ. ഗായ്സ്, ഫൈനലി നമ്മൾ എത്തി. എവിടെ? നമ്മുടെ ലൈറ്റ് ഹൗസ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. നേരെ ഓപ്പോസിറ്റുള്ള ആ കടലിൻ്റെ കാഴ്ച. കാരണം ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു ആനക്കുട്ടിയെ നോക്കിയേ, അടിപൊളിയല്ലേ. ഇവിടെ കൊച്ചു കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈറ്റ് ഹൗസിലോട്ട് നമുക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മുടെ ലൈറ്റ് ഹൗസിലോട്ട് പോകാം. അടിപൊളിയാട്ടോ. ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൻ്റെ ബോർഡ്. ചേട്ടാ, ഇതെന്ത്? ലൈറ്റ് ഫൗണ്ടിൻ്റെ. ഓക്കെ 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 ഗൈസ്, ഇത് നമ്മൾ രാത്രി ആകുമ്പോൾ ഇവിടെ ഒരു ഷോ നടക്കുന്നില്ലേ, അതിൻ്റെ ഓക്കെ ലൈറ്റും വെള്ളവും കൂടെ. ഗൈസ് നമ്മുടെ ഈ പുറകിൽ കാണുന്നതെന്ന് വെച്ചാൽ വെള്ളം ഉണ്ടല്ലോ. വെള്ളം നമ്മൾ ഈ ബീച്ച് നമ്മുടെ എന്താ പാർക്കിലൊക്കെ കാണില്ലേ, മുകളിലേക്ക് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ വെള്ളം പോകുന്നതിൻ്റെ കൂടെ തന്നെ ലൈറ്റ് മിന്നും. നമ്മുടെ ഈ DJ ലൈറ്റ് ഉണ്ടല്ലോ, അതുപോലെ ലൈറ്റുകളൊക്കെ മിന്നി വെള്ളം ഇങ്ങനെ പോകുന്നൊരു സീനുണ്ട്. അപ്പോൾ അത് ഇവിടെ കാണാൻ സാധിക്കും. അത് ഇവിടെ മാത്രം ഉള്ളതെന്ന് തോന്നുന്നു എനിക്ക്. ഇതുണ്ടോ, ഇതിൽ പൈപ്പുകളും ഉണ്ട്. ഈ ഒരു ഇത് കണ്ടോ, ഇതിവിടെ ലൈറ്റ്. അപ്പോൾ ഇതൊക്കെ രാത്രി ടൈമിലാകുമ്പോൾ നല്ല അടിപൊളിയിൽ ഒരു വൈബിൽ ഇങ്ങനെ കാണിക്കും. ഉണ്ടോ ഗൈസ്, ഉള്ളിൽ കയറാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പോൾ നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ അകത്തേക്ക് നമുക്ക് പോവാം. ഒരു കുഞ്ഞ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മാർബിളാണ്, ഈ കാണുന്നത് മാർബിളാണ് കേട്ടോ. നല്ല ഭംഗി. വെള്ളം വീണ് കഴിഞ്ഞാൽ താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് സേഫായിട്ട് വെക്കാം. ഇവിടെ ചെരുപ്പ് കൂടിയിട്ടിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാൻ. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. മാപ്പ് ഓഫ് കൊച്ചിൻ ലൈറ്റ് ഹൗസ് ഡിസ്ട്രിക്റ്റ്. ഗൈസ്, നമ്മുടെ കേരളത്തിലെ കാസർഗോഡ് ടു വിഴിഞ്ഞം വരെയുള്ള, തിരുവനന്തപുരം വരെയുള്ള ലൈറ്റ് ഹൗസിൻ്റെ ക്രമങ്ങൾ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയും ലൈറ്റ് ഹൗസാണ് നമ്മുടെ കേരളത്തിൽ മെയിനായിട്ട് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ മുകൾ ഭാഗം. നല്ല എക്കോ അതിനകത്ത് പറഞ്ഞോക്കെ. നമ്മുടെ പുതിയൊരു 250 നമ്മുടെ പുറത്തുണ്ടാവും റേഞ്ച്. ഇത് വേണം ഗൈസ്. നമ്മളങ്ങനെ നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ ആണോ, അവിടെ കയറുമ്പോൾ തന്നെ നമുക്കൊരു ചില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ലൈറ്റ് ഹൗസ് ഗൈസ്? നമ്മൾ ഇപ്പോൾ ഒരു അഭിപ്രായം പറയുന്നില്ല, കയറട്ടെ, എങ്ങനെയുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയാം. അതല്ല അതിൻ്റെ ഒരു എന്താ ഒരു ടിസ്റ്റ് രസം. അപ്പോൾ നമുക്ക് കയറി നോക്കാം. ആണോ, എന്നാലും നമുക്ക് തലയിടിക്കാനുള്ളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നേരെ അങ്ങ് കയറിയാൽ മാത്രമേ. ചുറ്റി ഇങ്ങനെ കയറണം. നല്ല എക്കോ ആട്ടോ ഗൈസ്. ആകെ 2 സ്റ്റെപ്പ് കയറിയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും കാല് വേദനിക്കുന്നതാണ് പറയുന്നത്.
കേട്ടില്ല. വെറുതെ അല്ല ഗൈസ്, പെട്ടെന്ന് കയറി ഒന്നുകൊണ്ട് അറിയില്ല കേട്ടോ. പക്ഷെ നല്ല ചൂടാട്ടോ ഇതിനകത്ത്, നല്ല ചൂടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട് കണ്ടോ, ഫുള്ള് CCTV കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ലൈറ്റ് ഹൗസിൻ്റെ എൻഡിലേക്ക് എത്തി നമ്മൾ. മുകളിൽ ഭാഗത്ത് കണ്ടോ, ഇതാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ കണ്ടോ, ഇവിടെ ഒരു ഇരിക്കാനാണ്, ഇവിടെ വേറൊരു കാര്യങ്ങൾ അങ്ങനെയൊക്കെ കണ്ടോ. നമുക്ക് കയറി നോക്കാം. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. നോക്കി, അപ്പം ഇതിൽ കൂടെ വേണം നമുക്ക് മുകളിലേക്ക് കയറാൻ. പറയാം. അപ്പോൾ ഞങ്ങളുടെ ഹെൽമെറ്റ് താഴെ വെച്ചില്ല കേട്ടോ, ഹെൽമെറ്റായിട്ട് കയറുക. ഇതെവിടെയാണ് വാങ്ങി? ആ ഇവിടെ കുഞ്ഞാ വയ്യ കയറ്, ബാഗ് ഇടിക്കാൻ നോക്കണേ. അപ്പോൾ അവിടെ കുഞ്ഞാ കയറി പോകുന്നുണ്ട്. ഉണ്ടോ, ഇവിടെയാണ് ഇതിൻ്റെ മിലിറ്ററി കാര്യങ്ങളൊക്കെ വരുന്നത്. ഗൈസ്, വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കയറി വരുന്ന ഭാഗം എന്ന് പറയുന്നത്. കേട്ടോ, സ്റ്റെപ്പൊക്കെ കയറി തടിയാട്ടോ, സ്റ്റെപ്പൊക്കെ കയറിയിട്ട് നമുക്കിനെ മുകളിലേക്ക് കയറണം. ഗൈസ്, കേട്ടോ, ഇവിടെ വന്നപ്പോഴാണ് കാറ്റ് കിട്ടുന്നത്. അങ്ങനെ അപ്പോൾ എടുക്കരുത്. ഓക്കെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ എടുക്കുന്നതുകൊണ്ട്? ഇത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ ഈ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസൺ? ഓക്കെ. അത് നമ്മൾ ചോദിച്ചേട്ടോ. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ ലേറ്റസ്റ്റിൻ്റെ ഏറ്റവും മുകൾ ഭാഗം നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അകത്തേക്ക് കയറി വരുമ്പോൾ ഉള്ള, അകത്തുനിന്ന് പുറത്തേക്കെന്ന് വേണം പറയാൻ. ഗൈസ് കണ്ടോ, അതാണ് നമ്മുടെ കണ്ണൂർ ലൈറ്റ് ഹൗസിൻ്റെ മുകൾ ഭാഗം. അതിലെയാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചുറ്റി റൗണ്ട് ഇല്ല. ആ കാണുന്നതാണ് നമ്മുടെ ബേബി ബീച്ച് കേട്ടോ. അവിടെയാണ് നമ്മുടെ ബേബി ബീച്ച് സ്ഥിതി ചെയ്യുന്നത്, ആ ഭാഗത്ത്. അത് നമ്മുടെ പയ്യാമ്പലം ബീച്ച്. ആ കാണുന്നത് പയ്യാമ്പലം ബീച്ച്. അപ്പോൾ കണ്ടോ, നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നല്ല കാറ്റ് അവിടെ വന്നപ്പോൾ. ഇതാണ് ഇതിൻ്റെ മുകൾ ഭാഗം ലൈറ്റ് ഹൗസിൻ്റെ. ഞാൻ നോക്കട്ടെ, ഒരു സെക്കൻഡ്, ഒരു സൂത്രം കാണിച്ചു തരാം. ഗൈസ് നോക്കിക്കോ, ഇതുണ്ടോ നമ്മുടെ സാധനങ്ങളൊക്കെ താഴെ വെച്ചു. അതെ, കാര്യങ്ങളൊക്കെ രാത്രി വലിയ ഫ്ലാറ്റുകളൊക്കെ കണ്ടോ ഗൈസ്, നമ്മുടെ കണ്ണൂര് ടൗൺ ഭാഗത്ത്. അപ്പൊ അന്ന് കണ്ടിട്ട് നമ്മള് നെല്ലിക്കുന്ന് ബീച്ചിൽ കയറിട്ട്, നെല്ലിക്കുന്ന് ബീച്ചിലെ ലൈറ്റ് ഹൗസിൽ കയറിട്ട് നമ്മള് കണ്ടതെന്ന് വെച്ചാല് ഇതിനെക്കാളും നല്ലൊരു ഫുള്ളും തെങ്ങും ഇങ്ങനെ വലിയ ഫ്ലാറ്റ് ഒന്നും ഇല്ല അവിടെ. നെല്ലിക്കുന്ന് ബീച്ച് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നെല്ലിക്കുന്ന് ബീച്ച് നമ്മുടെ കണ്ണൂർ ബീച്ച് നെല്ലിക്കുന്ന് ലൈറ്റ് ഹൗസും നമ്മുടെ കണ്ണൂർ ലൈറ്റ് ഹൗസും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ
നമുക്ക് നെല്ലിക്കുന്ന് ബീച്ചിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ കാണാം, അതുപോലെ തെങ്ങുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമുക്കാണ് കടൽ കാണാൻ സാധിക്കും. ഇതെന്ന് പറഞ്ഞാൽ കടലിനോട് തൊട്ടടുത്ത്, അതായത് ഇവിടുന്ന് ഏകദേശം ഒരു 50 മീറ്ററേ ഉള്ളൂ കടലിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ലൈറ്റ് ഹൗസും കടലും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 50 മീറ്ററേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻറ്റ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പയ്യാമ്പലം ബീച്ച് അല്ലേ, പയ്യാമ്പലം ബീച്ച് കാണാം. അതുപോലെ നമ്മുടെ ബേബി ബീച്ച്, അതുപോലെ ആർമി ക്യാമ്പ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ ഈ കണ്ണൂർ ലൈറ്റ് ഹൗസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ രാത്രി ടൈമിലൊക്കെ വരുവാണെങ്കിൽ ഒരു സ്പെഷ്യലായിട്ടൊരു കാര്യങ്ങളിവിടെ നടക്കുന്നുണ്ട്. അതായത് ലൈറ്റും DJ ഒക്കെ വെച്ചിട്ട് അല്ലേ, പറഞ്ഞു കൊടുക്ക്. ലൈറ്റ് ഫയർ അല്ല, വേറെന്തൊക്കെ പറഞ്ഞായിരുന്നു. താഴെ കിടക്കും, ഓരോ സ്റ്റെപ്പ് നമ്മൾ സൂക്ഷിച്ചിറങ്ങണം, അല്ലെങ്കിൽ താഴെ കിടക്കും. ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ ടൂറിസ്റ്റ് ബംഗ്ലാവ്. അതായത് ഇവിടെ വരുന്ന യാത്രക്കാർക്കൊക്കെ ഉള്ളൊരു റൂമും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക്. കണ്ടോ, മൊത്തം ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഇതിൻ്റെ ഒരു ബോർഡ് കാര്യങ്ങൾ വരുന്നത്, ബംഗ്ലാവ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ആ കാഴ്ചയൊക്കെ കണ്ട് പുറത്തേക്ക് വരുവാണ്. അപ്പോൾ ഇവിടുത്തെ ഏകദേശം കാഴ്ചകളൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് അറക്കൽ മ്യൂസിയം. അപ്പോൾ അറക്കൽ മ്യൂസിയത്തിലോട്ടാണ് ഇത് നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മുടെ അറക്കൽ മ്യൂസിയത്തിലെ കാഴ്ചകളിലേക്ക് പോയാലോ? ബാ, പോയേക്കാം. നമ്മൾ നമ്മുടെ കണ്ണൂർ ലൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി നമ്മുടെ യാത്രകൾ തുടരുകയാണ്. ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ പരിചയപ്പെട്ടൊരു കഴിയുന്ന ഒരാളാട്ടോ. പേരൊന്നുകൂടെ പറയാമോ? സത്യം. ഓക്കെ, എൻ്റെ പേര് റാഫി. ഓക്കെ, അപ്പോൾ തിരിച്ച് കാണാം നമുക്ക്. ഓക്കെ, അടുത്തൊരു പെൺകുട്ടിയിൽ ജനിച്ചിരുന്ന ഇതേ സ്ഥലത്ത് ഉറപ്പായിട്ട്. അപ്പോൾ നമ്മളാണ് നമ്മുടെ ഏട്ടനോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ പോവാട്ടോ. ഭയങ്കര സന്തോഷം.